രാവിലെ എണീറ്റപ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്ത മടിയായിരുന്നു. പിന്നെ കുറച്ച് നേരം പറമ്പിലോട്ടൊക്കെ ഇറങ്ങി നടന്നൊക്കെയാണ് മൂടൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ നേരെ പോയിട്ട് അങ്ങോട്ട് വലിയിച്ചു. ഞാൻ ഈയിടെയായിട്ട് ശീലമാക്കിയിട്ടുള്ള കാര്യമാണ് ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്യുന്നത്. അപ്പോൾ മുഖത്തിനൊക്കെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. കുറച്ചധികം തുണികൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ നേരെ പുറകിൽ പുഴ ആയതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. വെള്ളം ലാഭിക്കാമല്ലോ. ഇങ്ങനെ ഇപ്പോൾ ആരും അങ്ങനെ വന്നിട്ട് ഇങ്ങനെ തുണി കഴുകുന്നതൊന്നും കാണാറില്ല. ഇപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെയാണ് തുണി കഴുകുന്നത്. പക്ഷേ ഇതൊരു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ നേരെ പോയത് അടുക്കളയിലേക്കാണ്. കുറച്ച് കഞ്ഞി അവിടെ വെച്ചിരിപ്പുണ്ടായിരുന്നു, അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഈ കൊടുക്കുന്ന പല്ലിക്കാണ്. പല്ലിനെ ഇവിടെ വളർത്തുന്നൊന്നുമല്ല, ഉള്ള പല്ലി ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചോറ് നിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ ചോറ് തപ്പി ചോറിൻ്റെ കാലത്തിലും തവിയിലൊക്കെ കയറി വന്നിരിക്കുന്നതാണ്. ഇതാണെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പൊക്കോളുമല്ലോ. വീടിനകത്ത് മാത്രമല്ല ഞങ്ങൾക്ക് അതിഥികളുള്ളത്, പുറത്തുമുണ്ട്. കാക്ക, മൈന, അണ്ണാൻ, കുളക്കോഴി ഇതൊക്കെ ഞങ്ങളുടെ ഇവിടെ വന്ന് നിൽക്കും. അപ്പം അതിന് ചോറ് കൊടുക്കണമല്ലോ. ഞാൻ അമ്മയുടെ കൂടെ നേരെ മൈലാഞ്ചി പറിക്കാൻ വേണ്ടിയിട്ട് പോയി. മൈലാഞ്ചി അരച്ചതും തേയിലവെള്ളം കൂട്ടി മുടി കഴിച്ചിട്ടുണ്ടെങ്കിൽ മുടി ഭയങ്കര തിക്നെസ് ആയിട്ട് വളരാനും മുടി ഭയങ്കരമായിട്ട് കറക്കാനും നമ്മളിത് സഹായിക്കും.